ഇപ്പൊ ഇവർ ഈ കടലിൽ പോയ കഥകൾ വന്ന് പറയുമ്പോ സത്യമായിട്ടും കരയുടെ പോർഷൻ കഴിഞ്ഞിട്ട് ഇവര് നേരെ കടലിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വർഷം മാർച്ചിൽ എപ്പോഴാണ് കണ്ടത്. പക്ഷെ കടലിലുള്ള കുറെ പേര് കരയിലില്ല. അപ്പൊ അതുകൊണ്ട് കരയിലുള്ള കുറെ പേര് കടലിലും ഇല്ല. അതാണ് നടുക്കിരിക്കണേ. കടലിലുള്ള കുറെ പേര് കരയിലും ഇല്ല. അപ്പം ഇവരുടെ ഈ കഥകളൊക്കെ സത്യമായിട്ട് ഞാൻ ഈ പ്രൊമോഷന്റെ സമയത്താണ് ഇവർ ഇത്രയ്ക്കും ഈ എന്താണ് കഷ്ടപ്പെട്ട് ഇത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്തെന്നുള്ള സത്യമായിട്ടും ഇവിടെ നമ്മുടെ പ്രൊമോഷന്റെ സമയത്ത് ഇവർ ഇന്റർവ്യൂവിന് ഓരോന്നും പിന്നെ പറയുന്നത്. ഇതിന്റെ ഒപ്പം കടൽ ചുരുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് വേറെ ഒരു സെഗ്മെന്റ്. എന്നാ കടലിലെ ചില സമയത്ത് കടലിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും സൺറൈസ്, മീൻ ചാടി പോണത്, ഡോൾഫിൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഈ കടലിൽ മഴ പെയ്യുമ്പോ നമുക്ക് പറയുന്ന പോലെ ഈസി ഉള്ള ഒരു കാര്യമല്ല അവിടെ നിക്കാനും ഒക്കെ. ഭയങ്കര പാടാ. കാരണം എല്ലാവരും ഒരു ചെറിയ സ്പേസിലേക്ക് കയറി ഒന്ന് കാറ്റടിച്ചാലും ബുദ്ധിമുട്ടാ. അതൊക്കെ എങ്ങനെ നിങ്ങൾ സഫർ ചെയ്തു? എങ്ങനെയൊക്കെയോ ചെയ്തു. അതായത് നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എല്ലാം കടലിൽ ചെയ്തു. അത് നിന്ന് കൊടുക്കുക. മഴ പെയ്യുമ്പോഴേക്കും ഓടി കയറാനുള്ള സ്ഥലമില്ല. ഓടി കേട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ തന്നെ അവിടെ എന്താ ചേട്ടാ പറയും? സിറാജ് നന്നായിട്ട് ബോട്ട് ഓടിക്കും. ലൈസൻസ് എടുക്കാൻ പോവാ. ബോട്ട് ഓടിക്കാൻ പഠിച്ചു. കടലിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അല്ല ബോട്ട് ഓടിക്കുന്നല്ലാതെ അഞ്ച് ചേട്ടാ വല്ലതും പഠിച്ചോ? വേറെന്താ, നന്നായിട്ട് മീൻ പിടിക്കാൻ പഠിച്ചു. അതെ, മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ ചൂണ്ട ഒരു ഇതിനകത്ത് തന്നെ കൊറേ കുളത്തുകൾ ഉണ്ടാവും. അങ്ങനത്തെ ചൂണ്ടകളാ. അതില് കളർ തീറ്റ ഒന്നുമല്ല, കളർ നൂലുകളില്ലേ, അത് കെട്ടിയിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അനക്കുമ്പോ ഈ മീനുകൾ ഇത് കാണുമ്പോ എന്തോ എര പോണെന്ന് വിചാരിച്ച ഒരു ചാടി പിടിക്കും. അങ്ങനെ മീൻ പിടിക്കും. എന്നിട്ട് ഞങ്ങൾ തന്നെ വറുത്ത് അല്ലെങ്കിൽ കുക്കിങ്ങോ ആയി, എല്ലാം ആയി, സുഖമായിരുന്നു. ഈ കഥകളൊക്കെ കേട്ടപ്പോ എപ്പോഴെങ്കിലും കടലിൽ പോയി ഇതേപോലെ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടായിരുന്നോ? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞതുപോലെ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരാണുങ്ങളൊക്കെ ഒന്നിച്ചായതുകൊണ്ട് എഗൈൻ ബാത്റൂം പരിപാടി സെറ്റപ്പ് ഒക്കെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാൻ നടുക്കടലിൽ ഞാൻ എന്ത് ചെയ്യും? അത് ചോദ്യമാണ്. ശരിയാണ്. ഒന്നും ചെയ്യല്ല, കയറിട്ട് പിടിച്ച് വെള്ളം അത്ര ചെയ്യാനുള്ള മല്ലയ്യ, വേറെ ഒന്നും ചെയ്യാനില്ല. ഏറ്റവും കഷ്ടപ്പെട്ട ഞങ്ങളുടെ ക്യാമറമാനാ. അയ്യോ, ആ സമ്മതിക്കണം. ഇത്ര വെയിറ്റ് പിടിച്ചിട്ട് ആട്ടവും പരിപാടി. ദീപക്കേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ആണല്ലേ? അതായത് കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോ ബോട്ടം നനഞ്ഞു. അപ്പൊ എല്ലാരെയും നമുക്ക് എന്തെങ്കിലും ബാലൻസ് ചെയ്തേക്കും. പക്ഷെ ക്യാമറയും പിടിച്ചോണ്ട് നിന്നിട്ടേ ഭയങ്കര പാടായിരുന്നു. ശരി ശരി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോസ്റ്റ്യൂം ഒരെണ്ണം തന്നെയായിരുന്നു? അവിടെ കോസ്റ്റ്യൂം ചേഞ്ച് എല്ലാം ഉണ്ടായിരുന്നു? അത് നോക്കാം. ഇല്ല, അധികം കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലല്ലോ. ഒരു ഏറ്റവും കൂടി കഴിഞ്ഞാൽ 3 ചേഞ്ച് അത്ര മാക്സിമം അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു വലിയ ബാണ്ടായിട്ട് അതിനകത്ത് കയറ്റിക്കൊണ്ടുപോകും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഒരു സീൻ തുടങ്ങിയെന്ന് വെച്ചോ, ഒരു സീൻ തുടങ്ങി ചിലപ്പോ ഒരു 4 ഷോട്ട് എടുത്ത് കഴിയുമ്പോഴായിരിക്കും കടലിലെ വെളിച്ചം അവിടെ മാറും, ഇരുണ്ടാവും. അപ്പൊ ഈ സീനിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പൊ അവര് പറയും നമുക്ക് അപ്പുറത്ത് പോയിട്ട് മറ്റേത് എടുക്കാന്ന് പറഞ്ഞാൽ അത് പകുതി ആയി കഴിയുമ്പോൾ ഇപ്പുറത്ത് ലേറ്റ് വരും. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പാടാത്. അങ്ങനെ വരുമ്പോ എല്ലാവർക്കും മെന്റലി ഒരു സുഖം ഉണ്ടാവില്ല. ആ സീൻ പകുതിയാക്കിയിട്ട് മറ്റേ സീനും പകുതിയാക്കിയിട്ട് മൊത്തത്തില് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. ഈ കടലിലെ ഈ എന്താ തിരയൊക്കെ അടിച്ച് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടുന്ന് കരയിലേക്ക് വരുമ്പോ എങ്ങനെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? അല്ല, നമ്മളിപ്പം എനിക്ക് ഫസ്റ്റ് ആദ്യത്തെ സമയമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ നേരത്ത് റൂമൊക്കെ കിടന്ന് ഫ്ലോട്ട് ചെയ്യും, ബെഡ് ഫ്ലോട്ട് ചെയ്യും. നമ്മള് മാത്രം ഇങ്ങനെ നിൽക്കും. നമുക്ക് തോന്നുന്നത് ഫുൾ റൂം കിടന്ന് ഇങ്ങനെ ആടുന്നു. നമ്മളൊരാൾ സംസാരിക്കുകയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും. അത് പിന്നെ ഇങ്ങനെ വന്ന് ആദ്യത്തെ 2 വട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിനൊന്നും എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. ഓൾറെഡി ആട്ടം ഉണ്ടല്ലോ. അത് വേണ്ടായിരുന്നു. ഞാൻ നല്ലൊരു കഥ കേട്ടോണ്ടിരിക്കുവല്ലേ. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. എന്തോ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ നിനക്കുണ്ടോ പ്രശ്നം, എനിക്ക് മാത്രമല്ല നിനക്കുണ്ടെന്നൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി.